നമ്മളിപ്പോഴേ കാപ്പാട് ബീച്ചിലാണ്. കാപ്പാട് ബീച്ചിൻ്റെ എൻട്രൻസിലാണിത്. ഇതാണ് ബീച്ചിൻ്റെ ലേ ഔട്ട് സ്ട്രക്ചർ. ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. മുതിർന്നവർക്ക് 25 രൂപ, കുട്ടികൾക്ക് 10 രൂപ അങ്ങനെ ടിക്കറ്റ് ഉണ്ട്. പ്രദേശവാസികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്. ഇതാണ് കാപ്പാട് ബീച്ചിൻ്റെ ലേ ഔട്ട് വരുന്നത്. ബീച്ചിൻ്റെ എൻട്രൻസിൽ നിന്ന് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നേരെ കാണുന്നത് ഡയറക്റ്റ് വ്യൂവിലുള്ള ബീച്ചിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടെ ശരിക്കും ഇറങ്ങി നിന്നൊക്കെ കുളിക്കാനൊക്കെ പറ്റും. അത്ര വലിയ തിരമാലയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴേ. നല്ല മനോഹരമായിട്ടുള്ള ബീച്ചാണിത്. ഇവിടെ ഒരു ബീച്ച് കഫേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് ലൈഫ് ഗാർഡ് വന്ന ആളുകളൊക്കെ വിളിക്കുകയാണ്. ആളുകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയവരൊക്കെ വിളിക്കുന്നുണ്ട് ബീച്ചിൻ്റെ ഈ ഏരിയയിൽ നിന്ന്. രാത്രിയിൽ ഇഷ്ടംപോലെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ഇവിടെ ലൈറ്റിൻ്റെ കുറേ അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. എന്താ പറയുക, ഹട്ടുകളുണ്ട്. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ സംഭവങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട് ബീച്ചിൻ്റെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റ്, ഷവർ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. പക്ഷെ ഒരു എന്താ പറയുക, മറ്റേ പരമ്പെല്ലാം വെച്ചിട്ട് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. എന്താ ലേഡീസ് ടോയ്ലറ്റിൻ്റെ ഏരിയ ആണത്. അതിൻ്റെ ബാക്കിലായിട്ട് ജെൻസ് ടോയ്ലറ്റിൻ്റെ ഏരിയ ഉണ്ട്. ഇവിടെ ലൈഫ് ഗാർഡിന് ഒന്ന് വാച്ച് ചെയ്യുന്നതിനൊരു വാച്ച് ടവർ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതും മുളയെല്ലാം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. വാച്ച് ടവർ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടലിലേക്ക് പോകാൻ വേണ്ടി കുറച്ചൊരു ഏരിയ ഉണ്ട്. അവിടെ അതുവരെ നമുക്ക് പോവാം. ലൈഫ് ഗാർഡിൻ്റെ ഏരിയ ആണത്. ഇതാണ് ലൈഫ് ഗാർഡിൻ്റെ വാച്ച് ടവർ. എൻ്റെ മുകളിൽ ആയിട്ട് കയറി നിന്നിങ്ങനെ വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്നുള്ള കടലിൻ്റെ വ്യൂ ഇതെങ്ങനെയാണ്. ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് കുറേ. ശരിക്കൊരു മാൽഡീവ്സൊക്കെ പോലെയുള്ള ഒരു ആംബിയൻസിലുള്ളൊരു ബീച്ചാണ് കാപ്പാട് ബീച്ച്. ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ് കാപ്പാട്. ഒരു ക്ലീനിങ് ടീം തന്നെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ടു. സംഭവം ബീച്ചൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ടീമിനെ തന്നെ കണ്ടു. നമ്മൾ എൻട്രൻസ് ഫീസ് കൊടുത്ത് അകത്ത് കയറിയാൽ അതിൻ്റെ ഉള്ളൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി ബീച്ചുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ സൈഡിൽ ഇങ്ങനെ വേലി കെട്ടിട്ടുണ്ട്. എനിക്കൊന്നും ഇതിലേക്കൂടെ അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ലാത്തൊരു ഏരിയ ആയിരിക്കാം. പലപ്പോഴും നമ്മുടെ കേരളത്തിലെ ബീച്ചുകളൊന്നും കാണാത്ത ഒരു പ്രത്യേക ഭംഗി ഈ ബീച്ചിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റി. ശരിക്കും നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് എന്താ പറയുന്നത് ആദ്യമായിട്ടാണ് ഞാനിവിടെ ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഒരു പ്രത്യേക ആംബിയൻസിൽ പ്രത്യേക രീതിയിൽ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡെവലപ്ഡ് ബീച്ചാണ്. ശരിക്കും ഒരു ഐഡിയോട് കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ബീച്ചാണിത്. ഇനിയും ശരിക്കും ഇത് പ്രൊമോട്ട് ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ശരിക്കും എൻ്റെ മനസ്സിൽ ഇപ്പോഴും വാസ്കോ ഡ ഗാമയുടെ പേരിലാണ് നമ്മൾ കാപ്പാട് അറിയപ്പെടുന്നത്. പക്ഷേ അതുപോലെ തന്നെ കാപ്പാട് ബീച്ചും വളരെ അടിപൊളിയായിട്ടുള്ളൊരു ബീച്ചാണ്. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും വരിക. ഇവിടെ വന്നിട്ട് ഈ ബീച്ചൊന്ന് കാണണം. അതിൻ്റെ എന്താ പറയുക ഭംഗിയൊന്ന് ആസ്വദിക്കണമെന്ന് തീർച്ചയായിട്ടും അഡ്വൈസ് ചെയ്യും വീഡിയോ കാണുന്ന എല്ലാവരുടെ. കാരണം കൊള്ളാം, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. കോഴിക്കോട് ബീച്ചിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബീച്ചാണ്. കോഴിക്കോട് ബീച്ച് കൊള്ളാം, അത് വേറെ രീതിയാണ്. ഇത് കുറച്ചും കൂടെ കാമാണ്. നിറയെ കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ബീച്ചിൽ ഉള്ളത്. ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതുകൊണ്ട് ഈ സൈഡിലായിട്ടാണ് ഓഫീസും CCTV സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഫുള്ളി CCTV കവേർഡ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ടീമിനെ സമ്മതിക്കണം, അവർ നല്ല നീറ്റായിട്ട് തന്നെയാണ് ബീച്ചിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബീച്ച്. ആ കാര്യത്തിൽ നമുക്ക് സമ്മതിക്കേണ്ട ഒരു ബീച്ച് തന്നെയാണ് കാപ്പാട് ബീച്ച്. ഇതായിരിക്കാനുള്ളൊരു ബെഞ്ച് ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ബീച്ചിൽ കൂടെ വാഹനം ഓടിക്കരുത് എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു കടൽപ്പാലം പോലത്തെ ഒരു പാലം ഏരിയ ഉണ്ട്. അതുവരെയാണ് ബീച്ചിൻ്റെ ഒരു ഏരിയ. അത്ര ഏരിയ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ് നമ്മുടെ കാപ്പാട് ബീച്ച്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ചെടികളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. ഇത് സെൻസിറ്റീവ് ഏരിയ ആണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു സംഭവമാണിത്. അതുകൊണ്ട് അതിലെ കൂടെ നടക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഡോണ്ട് വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചേക്കാണ്. നേരത്തെ കണ്ടപോലെ ഒരു വാച്ച് ടവർ ഇത് അവിടെയുണ്ട്. സെക്യൂരിറ്റി ഗാർഡിൻ്റെ വാച്ച് ടവറുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കഴിയുന്ന ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെയിം ബോർഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ തന്നെ ഏറ്റവും രസമുള്ള, ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രസമുള്ളൊരു ബീച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സ്ഥലമാണ്. നമ്മുടെ കോവളമൊക്കെ ഇതുപോലെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തില്ലെങ്കിൽ നന്നായിരുന്നു തോന്നി. കോവളം ബീച്ച് എനിക്ക് തോന്നുന്നു കാപ്പാടിനേക്കാളൊക്കെ എല്ലാവരും ലോകത്ത് അറിയപ്പെടുന്ന ബീച്ച് കോവളമാണ്. പക്ഷേ കോവളം ബീച്ച് ഇത്രയൊന്നും ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വന്നിട്ടില്ല. അതിങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. ചെടികളൊക്കെ നല്ല പൂത്തിങ്ങനെ നിൽക്കുകയാണ്, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. എന്താ ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു സംഭവമുണ്ട്. പുൽക്കൂടുകൾ പോലത്തെ ചെറിയ കൂടാരം കെട്ടിയിട്ടുണ്ട് ആ സൈഡിലായിട്ട്. ഈ ഏരിയയിൽ കുറേ കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ അത് കാണാം. അവരവിടെ നിന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഏരിയയിൽ. പക്ഷികളുടെ ഒച്ച, കാക്ക അങ്ങനെയുള്ള പക്ഷികളെല്ലാം കരയുന്ന ഒച്ച നമുക്ക് ബീച്ചിൽ കൂടെ നടക്കുമ്പോൾ കേൾക്കാൻ. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല, വളരെ കൂളായിട്ട് ശാന്തമായിട്ടിരിക്കുകയാണ് ബീച്ചിൻ്റെ ഏരിയ.